രൂപതയിലെ കൂടുതൽ ആശുപത്രികളിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ യൂണിറ്റ് തുടങ്ങുമെന്ന് ജാസ്മിൻ ഷാ. വേണ്ടിവന്നാൽ പ്രവർത്തനം സ്തംഭിപ്പിക്കുമെന്നും UNA നേതാവിന്റെ ഭീഷണി. നേതാവിനെതിരെ പ്രതിഷേധം ശക്തം. നഴ്സുമാരുടെ സമരത്തിന് പിന്നാലെ മാർ സ്ലീവ മെഡിസിറ്റി മാനേജ്മെന്റായ പാലാ രൂപതയ്ക്കെതിരെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതാവ് ജാസ്മിൻ ഷാ രംഗത്തെത്തി. രൂപതയുടെ ചെറുതും വലുതുമായ എല്ലാ ആശുപത്രികളിലും UNAയുടെ യൂണിറ്റ് തുടങ്ങി പ്രവർത്തനം സ്തംഭിപ്പിക്കുമെന്നാണ് ജാസ്മിൻ ഷായുടെ ഭീഷണി. ഈ പറയുന്ന പാലാ ഏരിയയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാർസ്ലീവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അടുത്ത 3 മാസം കൊണ്ട് നോക്കിക്കോ, അവിടെ ചെറുതും വലുതുമായ ഒരുപാട് ആശുപത്രികൾ നമ്മുടെ യൂണിയൻ വരുന്നു. അപ്പോൾ ഇതിന് കാരണക്കാർ അവരാണ്. അപ്പോൾ ഇത് നമ്മുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഈ മതവർഗീയവാദികളോട് നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അന്നേരത്ത് വീണ്ടും ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. മാർ സ്ലീവ മെഡിസിറ്റിയിൽ നിന്ന് പിരിഞ്ഞുപോയ നഴ്സുമാരെ കൊണ്ടുവന്ന് വീഡിയോ ചിത്രീകരിക്കുമെന്നും ഷായുടെ ഭീഷണിയിലുണ്ട്. വീഡിയോ വഴിയാണ് ജാസ്മിൻ ഷാ തന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാർ സ്ലീവിൽ വർക്ക് ചെയ്ത് പോയ നഴ്സുമാരൊക്കെ ഞങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടാൽ ഞങ്ങൾ അങ്ങനൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പം ആ രീതിയിൽ നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ പേരിൽ 34,400 4 വർഷമായി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ, ആ പേര് പോലും ആദ്യം ഇതുപോലെ ഇതൊന്നും ഞങ്ങൾ തെളിയിക്കാൻ 5 മിനിറ്റ് മതി. ഞങ്ങൾക്ക് അങ്ങനെ കുട്ടിയുണ്ടോ? ഇത് എഴുതി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരിക. പാലായിലെ മതവർഗീയവാദികളെന്ന് ക്രൈസ്തവരെ സംബോധന ചെയ്താണ് ജാസ്മിൻ ഷായുടെ വീഡിയോ. മെഡിസിറ്റിയിൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് ജാസ്മിൻ ഷാ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതോടെ സമരം സംഘടനയുടെ ശക്തി പ്രകടനത്തിനാണെന്നുള്ള മാനേജ്മെന്റിന്റെ വാദത്തിന് ബലമേറുകയാണ്. മാർ സ്ലീവയിൽ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. സമരം ശക്തമാക്കാൻ പിരിഞ്ഞുപോയ നഴ്സുമാരെ കൊണ്ടുവരും. ഇപ്പോൾ തങ്ങൾ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ലെന്നും ഷാ പറയുന്നുണ്ട്. ആശുപത്രിയിലെ ഒരു നഴ്സ് പറഞ്ഞത് 34,000 രൂപ ശമ്പളമായി കിട്ടുന്നുണ്ടെന്നാണ്. ഈ പോസ്റ്റ് ഇട്ട ആളുടെ പേര് പോലും സംശയമാണെന്നും ഇക്കാര്യങ്ങൾ തെളിയിക്കാൻ വെറും 5 മിനിറ്റ് സമയം മതിയെന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നുണ്ട്. 34,000 രൂപയും 27,000 രൂപയും കിട്ടുന്നവർ ഇല്ലെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല. കൊച്ചി ആസ്റ്ററിൽ 50,000 രൂപ ശമ്പളം വാങ്ങുന്നവരുണ്ട്. ഇതാണോ അവിടുത്തെ മെയിൻ ശമ്പളം? ഇവിടെ 27,000 രൂപ വാങ്ങുന്നവരുണ്ട്. അവരും 50,000 രൂപയിലേക്ക് എത്തണമെന്നാണ് യൂണിയൻ പറയുന്നതെന്നും ഷാ പറയുന്നു. മാർ സ്ലീവയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ മാനേജ്മെന്റ് യൂണിയനുമായും സ്റ്റാഫുകളുമായും സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇത് കേൾക്കാൻ മാനേജ്മെന്റ് തയ്യാറാകണം. സംസ്ഥാന പ്രസിഡന്റ് പലവട്ടം മാനേജ്മെന്റുകളുമായി സംസാരിക്കാൻ തയ്യാറായതാണ്. അവരോട് പറഞ്ഞത് പാലായിലെ ശക്തി കാണിച്ചു തരാമെന്നാണ്. ഇത് ആരോഗ്യ മേഖലയാണ്. സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി സമാധാനമായി പോകേണ്ടതാണ്. അവിടെ മാനേജ്മെന്റും സമാധാനത്തിന്റെ വക്താക്കളായി മാറണം. 20-30 കുട്ടികൾ മാത്രമേ അവിടെ പ്രതിഷേധിച്ചിട്ടുള്ളൂ. നഴ്സസ് യൂണിയന്റെ 250 സജീവ മെമ്പർമാരുള്ള യൂണിറ്റാണിത്. അവർ HR മാനേജറുടെ മുറിക്ക് മുൻപിൽ പോയി ഇരുന്നു എന്നുള്ളത് മാത്രമാണ് ആകെ ചെയ്തതെന്നും ജാസ്മിൻ ഷാ പറയുന്നുണ്ട്. ഒരു 20-30 കുട്ടികളല്ലേ ആകെ പ്രതിഷേധിച്ചിട്ടുള്ളൂ. അവിടെ 200-ലധികം 250 എൻ്റെ മെമ്പർഷിപ്പ് സജീവ മെമ്പർമാരുള്ള ഒരു യൂണിറ്റിൽ 20 പേര് HR റൂമിൽ പോയി ഇരുന്നു എന്നുള്ളതാണോ ഇവരുടെ എത്രയും വലിയ വായി മൂടിക്കെട്ടിരുന്നു? ആ HR മാനേജർ റൂം പൂട്ടിയിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ അവിടെ കുത്തിയിരുന്നു. ഈ ഒരു സംഭവമാണ് ഇത്രയും വലിയ സംഭവമായിട്ട് അവർ കേരളക്കരല്ല ലോകം മുഴുവൻ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചു. കഴിഞ്ഞ ദിവസം മാർ സ്ലീവ മെഡിസിറ്റിയിൽ UNA നടത്തിവരുന്ന സമരത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി നഴ്സിംഗ് ജീവനക്കാരി ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഈ കുറിപ്പ് പൊതു ഇടത്തിൽ വ്യാപകമായി ചർച്ചയാവുകയും സമരക്കാർ പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ താക്കീതുമായി പാലായിലെ ചെറുതും വലുതുമായ എല്ലാ ആശുപത്രിയിലും UNA യൂണിറ്റ് തുടങ്ങുമെന്ന പേരിൽ ജാസ്മിൻ ഷാ മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ 4 വർഷമായി മെഡിസിറ്റിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുന്ന ജ്യോതി മോളാണ് തന്റെ അനുഭവം പങ്കുവച്ചത്. 4 വർഷം പിന്നിട്ട് തനിക്ക് 34,500 രൂപയാണ് മാസ ശമ്പളം. ഇത് നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് ലഭിക്കാവുന്ന മാന്യമായ ശമ്പളമാണെന്നും താൻ കരുതുന്നു. എല്ലാ വർഷവും ഇൻക്രിമെന്റും നൽകുന്നുണ്ട്. കൂടാതെ പൊതു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഡബിൾ സാലറി, എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എക്സ്ട്രാ അലവൻസ്, 12 കാഷ്വൽ ലീവ്, 12 സിക്ക് ലീവ്, ഒരു വർഷം പൂർത്തിയായവർക്ക് 12 ഏൺഡ് ലീവ് എന്നിവ മാനേജ്മെന്റ് നൽകുന്നുണ്ടെന്നും ജ്യോതിമോൾ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിച്ചു. ഇതോടെ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സമരമെന്നും സമരക്കാർക്ക് ആശുപത്രിയെ തകർക്കുന്നത് ഉൾപ്പെടെയുള്ള ഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്നും പല കോണുകളിൽ നിന്നും ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് വീഡിയോയുമായി യൂണിയൻ നേതാവിന്റെ രംഗപ്രവേശം.
യഥാർത്ഥത്തിൽ ആ പോസ്റ്റ് ഇറങ്ങിയത് സമരം നയിക്കുന്നവർക്കും അവരുടെ സ്പോൺസർമാർക്കും തിരിച്ചടിയായി മാറിയെന്ന് പറയാം. സുഡാപ്പികൾ സ്പോൺസർ ചെയ്യുന്ന സമരമാണിതെന്നാണ് പ്രധാന ആരോപണം. ജാസ്മിൻ ഷായുടെ ഭീഷണിയൊന്നും പാലായിൽ ചിലവാകില്ലെന്നും സഭയുടെ ആശുപത്രി സംരക്ഷിക്കാൻ തങ്ങൾക്കറിയാമെന്നുമാണ് ഈ വിഷയത്തിൽ ഓൾ കേരള ക്രിസ്ത്യൻ അസോസിയേഷൻ പ്രതിനിധികൾ ഞങ്ങളോട് പ്രതികരിച്ചത്.